ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മൾ ഒരു സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം ആവാനായി എല്ലാവർക്കും അറിയാം. നമുക്ക് ഇനി 1-ാം തീയതി മുതൽ 9-ാം തീയതിയാണ് എക്സാം. അപ്പോൾ അതുവരെയുള്ള നമുക്ക് ആ 9 ദിവസം 9 ടോപ്പിക്കായിട്ട് പരമാവധി നമുക്കതിൽ നിന്ന് ഉൾപ്പെടുത്താവുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുക. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ആ എക്സാമിനെ നേരിടുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്കായി വരുന്നത് ലോകചരിത്രമാണ്. ലോകചരിത്രത്തിൽ നമുക്ക് അറിയാം എന്തൊക്കെ വരുന്നുണ്ട്. ലോകചരിത്രത്തിൽ ഏകദേശം നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ മഹത്തായ വിപ്ലവം തുടങ്ങി അമേരിക്കൻ വിപ്ലവം വരുന്നുണ്ട്, പിന്നെ ചൈനീസ് വരുന്നുണ്ട്, ഫ്രഞ്ച് വിപ്ലവം മഹായുദ്ധം കഴിഞ്ഞിട്ടുണ്ടായ പരമായിട്ട് ലോകത്ത് എന്തൊക്കെ ഉണ്ടായി എന്നുള്ളതും, പിന്നെ അതിനുശേഷം വന്ന UN കുറിച്ചും ബാക്കിയുള്ള ളെക്കുറിച്ചും ഇതൊക്കെയാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ടോപ്പിക്കിൽ സിലബസിൽ നമുക്ക് തന്നിട്ടുള്ളത്. ആ സിലബസ് ഒന്ന് കവർ ചെയ്ത് പോവുക. പക്ഷെ വളരെ എക്സ്പ്ലെയിൻഡ് ക്ലാസ് അല്ല, ചെറുതായി ചുരുക്കി കവർ ചെയ്ത് പോവുക എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് വരുന്നത് എന്താണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. അപ്പോൾ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ആരാണ്? സ്റ്റുവർട്ട് രാജാക്കന്മാരാണ്. അതായത് ടൂഡൽ രാജവംശത്തിന് ശേഷമാണ് സ്റ്റുവർട്ട് രാജാക്കന്മാർ. ജെയിംസ് ഒന്നാമനും മകൻ ചാൾസ് ഒന്നാമനുമാണ് രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൽ എന്തൊക്കെ വരുന്നു എന്നുള്ള പോയിന്റ്സ് പറയാം. ആ പോയിന്റ്സ് ചെറുതായി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകുക, വളരെ ചെറുതായിട്ട് മാത്രം. ദേശാചാരം, അതായത് കോമൺ ലോ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? രാജാവിനാണ് പരമാധികാരം, അവർക്ക് മേലെ ഒന്നുമില്ല എന്ന് വിചാരിച്ചപ്പോൾ അവിടുത്തെ പ്രജകൾ എന്ത് വിചാരിച്ചു? രാജാക്കന്മാർക്കല്ല, പ്രജകൾക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതാണ് ദേശാചാരം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് അങ്ങനെ ഈ രാജാക്കന്മാരും പാർലമെൻറ്റും തമ്മിൽ തർക്കങ്ങളൊക്കെ വന്നപ്പോൾ അവർക്കിടയിലേക്ക് വന്ന 2 സഭയാണ് ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റി സഭയും എന്ന് പറയുന്നത്. അപ്പോൾ ആംഗ്ലിക്കൻ സഭ ആരുടേതാണ്? രാജാക്കന്മാരുടേതാണ്. രാജാക്കന്മാരുടെ, പ്യൂരിറ്റി സഭ സാധാരണക്കാരുടെ സഭയുമാണ്. ഓക്കെ, എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഈ പാർലമെൻറ്റിനും രാജാക്കന്മാർക്കും ഇടയിൽ നിന്നുകൊണ്ട് ഒരു പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, അത് ചാൾസ് ഒന്നാമനെ കൊണ്ട് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെപ്പിച്ചു. അപ്പോൾ 1628. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറഞ്ഞു സ്റ്റുവർട്ട് രാജാക്കന്മാരാണ് ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ചാൾസ് ഒന്നാമനും ജെയിംസ് ഒന്നാമനുമായിരുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് 1628. അപ്പോഴാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് 1628. അതായത് പാർലമെൻറ്റിൻ്റെ സമ്മതമില്ലാതെ നികുതി ചുമത്താനോ വിചാരണ കൂടാതെ തടവിലാക്കാനോ, പിന്നെ മറ്റുള്ളവരുടെ ഭവനങ്ങളിൽ അനുവാദമില്ലാതെ പട്ടാളക്കാരെ താമസിപ്പിക്കാനോ ഒന്നും പാടില്ല എന്നും, പിന്നെ പട്ടാള നിയമമൊന്നും നടപ്പിലാക്കാൻ പാടില്ല എന്നും പറഞ്ഞതാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. 1628 ചാൾസ് ഒന്നാമനെ കൊണ്ട് അതിൽ ഒപ്പുവെപ്പിച്ചു. പക്ഷെ അത് അദ്ദേഹം നടപ്പിലാക്കിയില്ല, അംഗീകരിച്ചില്ല. അതിനുശേഷം പിന്നെ എന്താണ് പറയുന്നത് പറഞ്ഞാൽ ലോങ് പാർലമെൻറ്റ് എന്ന് പറയുന്നത് 1640 മുതൽ 1649 വരെ ഒലിവർ ക്രോംവെല്ല് ഭരണം നടത്തിയ സമയത്തെയാണ് ലോങ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. രാജാവ് മാറിയിട്ട് ആര് ഭരണം വന്നു? ഒലിവർ ക്രോംവെല്ലിൻ്റെ പാർലമെൻറ്റ് ഭരണം നടത്തിയ വർഷത്തെയാണ്, ആ 11 വർഷത്തെയാണ് ലോങ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോങ് പാർലമെൻറ്റ് എപ്പോഴാണ്? 1640 മുതൽ 1649 വരെയാണ് ലോങ് പാർലമെൻറ്റ് നടന്നത്. ഇനി ആ ലോങ് പാർലമെൻറ്റിനെ എതിർത്ത ചാൾസ് ഒന്നാമനെ 1649 അദ്ദേഹം തൂക്കിലേറ്റി. പിന്നെ 1649 മുതൽ 1660 വരെയുള്ള കാലഘട്ടമാണ് കോമൺവെൽത്ത് കാലഘട്ടം എന്ന് പറയപ്പെടുന്നത്. കോമൺവെൽത്ത് കാലഘട്ടം 1649 മുതൽ 1660 വരെയുള്ള കാലഘട്ടത്തെയാണ്. അതായത് ഒലിവർ ക്രോംവെല്ലിൻ്റെയും അനുയായികളുടെയും ഭരണമായിരുന്നു. രാജാവിനെ തൂക്കിലേറ്റിയ ശേഷം ഉള്ള ഭരണമായിരുന്നു കോമൺവെൽത്ത് കാലഘട്ടം എന്ന് പറയുന്നത്. ആ ഒലിവർ ക്രോംവെല്ലിൻ്റെ പാർലമെൻറ്റ് അറിയപ്പെട്ടിരുന്ന പേരാണ് റംപ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒലിവർ ക്രോംവെല്ലിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഭരണത്തിൽ വന്നു എങ്കിൽ കൂടി, പക്ഷെ അവരുടെ സ്വേച്ഛാധിപത്യമായ ഭരണത്തെ അവിടുത്തെ പ്രജകൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ വീണ്ടും രാജഭരണം വേണമെന്ന് പറഞ്ഞിട്ട് ചാൾസ് രണ്ടാമൻ്റെ മകൻ ജെയിംസ് രണ്ടാമന് ഭരണം കൈമാറിയെങ്കിൽ കൂടി പിന്നീട് അവർക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ ഭരണവും ശരിയല്ലാന്ന് തോന്നിയിട്ട് ആ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി ഇതേ ജെയിംസ് രണ്ടാമൻ്റെ ആദ്യ ഭാര്യയിലെ മകളായ മേരിയെയും അവരുടെ ഭർത്താവ് വില്യത്തിനെയും ഭരണം ഏറ്റെടുക്കാൻ വേണ്ടി ക്ഷണിച്ചു. അപ്പോഴേക്കും ജെയിംസ് രണ്ടാമൻ നാടുവിട്ടു. ആ ടൈമിൽ
ഭരണം ഒരു രക്തച്ചൊരിച്ചിലുമില്ലാതെ കൈമാറിയ ആ സംഭവത്തെയാണ് എന്തെന്ന് പറയുന്നത്? രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ 1688 ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം. 1688 ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം. ഈ പദം ഉപയോഗിച്ചത് ജോൺ ഹാംപ്ടൺ ആണ്. മഹത്തായ വിപ്ലവം എന്ന് രക്തരഹിത വിപ്ലവത്തെ മഹത്തായ വിപ്ലവം എന്ന് ആദ്യമായി വിളിച്ചത് ആരാണ്? ജോൺ ഹാംപ്ടൺ ആണ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ച രാജാവ് ആരാണ്? ചാൾസ് ഒന്നാമനാണ്. 1628 പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റാണ്. ഒലിവർ ക്രോംവെല്ലിന് ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത രാജാവായി ജനങ്ങൾ തിരഞ്ഞെടുത്ത ആരനെയാണ്? ചാൾസ് രണ്ടാമനെയാണ്. അദ്ദേഹത്തിൻ്റെ മകളാണ് പിന്നീട് ഭരണം നടത്തിയതെന്ന് നമ്മൾ പറഞ്ഞു. അതാണ് രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നത്. പിന്നെ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 1689 ബിൽ ഓഫ് റൈറ്റ്സ് പറയുന്നത് രാജഭരണമാണെങ്കിൽ കൂടി നിയന്ത്രിതമായ രാജവാഴ്ച മാത്രമായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൽ എന്താ പറയുന്നത് പറഞ്ഞാൽ അവിടുത്തെ രാജാക്കന്മാർ സ്റ്റുവർട്ട് രാജാക്കന്മാരായിരുന്നു. പിന്നെ അവിടെയുള്ള 2 സഭകൾ, ആംഗ്ലിക്കൻ സഭ എന്നത് രാജാക്കന്മാരെ പിന്തുണയ്ക്കുന്നതും പ്യൂരിറ്റൻ സഭ എന്നത് ജനങ്ങളെ പിന്തുണയ്ക്കുന്നതാണ്. പിന്നീട് ചാൾസ് ഒന്നാമൻ ഒപ്പുവെച്ച പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ലോങ് പാർലമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു, ഒലിവർ ക്രോംവെല്ലിൻ്റെ ലോങ് പാർലമെൻറ്റ്. അതിനുശേഷം പിന്നെ വന്ന കോമൺവെൽത്ത് കാലഘട്ടം എന്ന് പറയുന്നത് ചാൾസ് ഒന്നാമനെ തൂക്കിലേറ്റിയിട്ട് ഒലിവർ ക്രോംവെല്ലിൻ്റെ തന്നെയാണ് കോമൺവെൽത്ത് കാലഘട്ടം വന്നത്. അദ്ദേഹത്തിൻ്റെ റം പാർലമെൻറ്റിനെ കുറിച്ചും പറഞ്ഞു. പിന്നെ 1688 രക്തരഹിത വിപ്ലവം. പിന്നെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാണ്? പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് കഴിഞ്ഞു. പെറ്റീഷൻ ഓഫ് റൈറ്റ്സിന് ശേഷമാണ് ബിൽ ഓഫ് റൈറ്റ്സ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് വരുന്നത് 1628 ബിൽ ഓഫ് റൈറ്റ്സ് വരുന്നത് 1689 1628 ബിൽ ഓഫ് റൈറ്റ്സ് വരുന്നത് 1689 ഇതൊക്കെയാണ് നമ്മുടെ ഏതിൽ വരുന്നത്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൽ വരുന്നത്. അടുത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? 17-ാം നൂറ്റാണ്ടിലെ ആരംഭം മുതൽ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിയ ആൾക്കാരുണ്ട്. അങ്ങനെ ഫസ്റ്റ് അവർ മെയ്ഫ്ലവർ എന്ന കപ്പലിൽ, ഏത് കപ്പലിലാണ് വന്നത് എന്ന് ചോദിക്കാം. മെയ്ഫ്ലവർ എന്ന കപ്പലിൽ 1620 തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നവരാണ് ബ്രിട്ടീഷ് കോളനി. അവർ ഇന്ത്യയിലല്ല, അവർ അമേരിക്കയിലെത്തി. അവരാണ് പിന്നീട് അവയെ എന്താക്കി മാറ്റിയത്? ബ്രിട്ടീഷ് കോളനികളാക്കി മാറ്റിയത്. ഇംഗ്ലണ്ടിൻ്റെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് വന്ന കുടിയേറി പാർത്ത ആൾക്കാരാണ്, ഒരു കൂട്ടം ഇംഗ്ലീഷുകാരാണ്. മെയ്ഫ്ലവർ എന്ന കപ്പലിലെത്തിയ ഇംഗ്ലീഷുകാരാണ് പിന്നീട് അമേരിക്കയിൽ ബ്രിട്ടീഷ് കോളനികൾ സ്ഥാപിച്ചത്. അവർ ഏകദേശം എത്ര കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ 13 ബ്രിട്ടീഷ് കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എത്ര കോളനികളാണ്? 13 ബ്രിട്ടീഷ് കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. 1775 മുതൽ 1783 വരെയുള്ള കാലഘട്ടമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടം എന്ന് പറയപ്പെടുന്നത്. പിന്നെ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ വരുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലായിരുന്നു. എന്താണ് മെർക്കന്റലിസ്റ്റ് നിയമം എന്ന് പറയുന്നത്? കോളനിയിൽ നിന്നോ കോളനിയിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലാകണമെന്നും കോളനിയിലെ നിയമപരമായ പ്രമാണം, വർത്തമാനപത്രം, ലഘുരേഖ, ലൈസൻസ് തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം. പിന്നെ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം കൂടി നൽകണം. കോളനിയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ എന്നും വേറെ രാജ്യങ്ങൾക്ക് കയറ്റി അയക്കരുത് എന്നും കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിന് താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ തന്നെ ചെയ്തു കൊടുക്കണം എന്നും പറഞ്ഞു. പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കുറച്ച് കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. 1651 നാവിക നിയമം, 1651 നാവിക നിയമം, 1864 ഷുഗർ ആക്ട്, 1765 സ്റ്റാമ്പ് ആക്ട്, പിന്നെ 1764 കറൻസി നിയമം, 1773 ടീ ആക്ട്, പിന്നെ അമേരിക്കയിലെ ഇറക്കുമതി ചുങ്ക നിയമം. ഇവയൊക്കെയാണ് എന്തിന് കാരണമായത്? അമേരിക്കയിലെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയാം. അമേരിക്കൻ വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണമാണ് ബോസ്റ്റൺ
ബോൺസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16-ന്. ഏതാണ്? 1773. 1773 ഡിസംബർ 16-ന് നടന്ന ബോൺസ്റ്റൺ ടീ പാർട്ടി എന്താണ്? ഇംഗ്ലീഷ് ഗവൺമെൻറ്റിൻ്റെ തേയിലയുടെ മേൽ ചുമത്തിയ ഉയർന്ന നികുതിക്കെതിരായി നടന്ന പ്രക്ഷോഭമാണിത്. അവർ ഈ ഡിസംബർ 16-ന് റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോൺസ്റ്റണിലുണ്ടായിരുന്ന ഒരു വിഭാഗം ജനങ്ങൾ ബോൺസ്റ്റൺ തുറമുഖത്തിൽ നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനെയാണ് ബോൺസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ചിന്തകരുടെ ഇതും കൂടി നമുക്ക് പറയാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പറയുമ്പോൾ അത് പ്രത്യേകം പറയണം. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെൻറ്റും അവകാശമില്ല. ഇത് പറഞ്ഞത് ആരാണ്? ജോൺ ലോക്ക്. എളുപ്പത്തിൽ നമുക്ക് മൈൻഡിൽ വെക്കാം. എന്താണ് പറഞ്ഞാൽ ആർക്കും ആരെയും ലോക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെയും അവരുടെ അവകാശങ്ങൾ ആർക്കും ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതാണ് മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ കഴിയില്ല, ഒരു ഗവൺമെൻറ്റിലും അവകാശമില്ല എന്ന് പറഞ്ഞ ആരാണ്? ജോൺ ലോക്കാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞതാണ് ജെയിംസ് ഓട്ടീസ്. നമുക്കറിയാം ഓട്ടിസം ഉള്ളവർക്കൊക്കെ എന്താണ് കുറച്ച് പ്രാതിനിധ്യമൊക്കെ നമ്മൾ നൽകില്ലേ, അത് ഓർത്തു വെച്ചാൽ മതി. അടുത്തത് പിന്നീട് ഇതിൽ വന്നതാണ് നമ്മുടെ കോണ്ടിനെൻ്റ് സമ്മേളനങ്ങൾ. നമ്മൾ 3 കോണ്ടിനെൻ്റ് സമ്മേളനങ്ങളുണ്ടായിരുന്നു. അമേരിക്കൻ വിപ്ലവത്തിൻ്റെ 1774 സെപ്റ്റംബർ 5-നായിരുന്നു ആദ്യത്തെ, ഫിലാഡൽഫിയയിൽ വെച്ച് നടന്നതാണ്. ഇതിൽ ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനികളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ 1775 മെയ് 10-ന്, അതും ഫിലാഡൽഫിയയിലാണ്. കോണ്ടിനെൻ്റൽ സമ്മേളനങ്ങളെല്ലാം ഫിലാഡൽഫിയയിലായിരുന്നു. 74, 75, 76 3 വർഷങ്ങളിലാണ് ഇത് നടന്നത്. നമ്മൾ ഒരുപാട് എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എപ്പോഴാണ്? 1776 ജൂലൈ 4-നാണ്. 1776 ജൂലൈ 4-നാണ് രേഖ തയ്യാറാക്കിയത്. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് രേഖ തയ്യാറാക്കിയത്. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. അമേരിക്കയ്ക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ചത് ആരാണ്? ഫ്രാൻസ് ആണ്. അമേരിക്കയ്ക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ചത് ആരാണ്? ഫ്രാൻസ് ആണ്. അതെന്തുകൊണ്ടാണ് പറഞ്ഞാൽ അമേരിക്കൻ വിപ്ലവ സമയത്ത് കലാപകാരികൾക്കുള്ള എല്ലാ സഹായം നൽകിയ ഫ്രഞ്ച് രാജാവ് ലൂയി 16-ാമനായിരുന്നു. അതിനുശേഷം അങ്ങനെയാണ് അവരെന്ത് നൽകിയത്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി നൽകിയത്. പിന്നെ 1683-ൽ ബ്രിട്ടൻ 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് പാരീസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. പാരീസ് ഉടമ്പടി എപ്പോഴാണ്? 1683-ലാണ് പാരീസ് ഉടമ്പടി വരുന്നത്. ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ 1789-ൽ ഭരണഘടന തയ്യാറാക്കി. അപ്പോൾ അമേരിക്കൻ ഭരണഘടന എപ്പോഴാണ്? 1789-ലാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത്. അമേരിക്കയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോർജ് വാഷിങ്ടൺ എന്നാണ്. നമുക്ക് അമേരിക്കൻ ഭരണഘടനയെക്കുറിച്ച് നമുക്കറിയാം. ആദ്യത്തെ എഴുതപ്പെട്ടതും ഏറ്റവും ചെറിയതുമായ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന എന്ന് പറയുന്നു. റിപ്പബ്ലിക്കൻ ഭരണരീതി ആദ്യമായി മുന്നോട്ട് വെച്ചതും അമേരിക്കൻ ഭരണഘടനയാണ്. അടുത്തത് ഫ്രഞ്ച് വിപ്ലവം 1789 മുതൽ 1799 വരെയായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. 1789 വർഷം 1789 രാജാവ് ലൂയി 16-ാമനാണ്. അവിടുത്തെ രാജവംശം ആരാണ് ചോദിച്ചാൽ ബൂർബൻ രാജവംശം. ആരാണ്? ബൂർബൻ. ഫ്രഞ്ച് ബൂർബൻ രാജവംശമാണ്. പിന്നെ അവിടുത്തെ വേഴ്സായി കൊട്ടാരം. വേഴ്സായി കൊട്ടാരത്തിൻ്റെ പ്രത്യേകത എന്താണ് പറഞ്ഞാൽ 17, 18 എന്നീ നൂറ്റാണ്ടുകളിലെ ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമാണ് ഈ വേഴ്സായി കൊട്ടാരം എന്ന് പറയുന്നത്. പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ആശയങ്ങൾ ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന പ്രത്യേകതയാണ് 3 എസ്റ്റേറ്റുകൾ. 3 എസ്റ്റേറ്റുകളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരും, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ സാധാരണക്കാരും കൃഷിക്കാരുമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ കർഷകരിൽ നിന്ന് 1-ാം എസ്റ്റേറ്റ് തിരിച്ചിരുന്ന നികുതിയാണ് തിതേ എന്നും, 3-ാം എസ്റ്റേറ്റ് സർക്കാരിന് നൽകിയിരുന്നത്. അത് കർഷകരിൽ നിന്ന് 1-ാം എസ്റ്റേറ്റ് നൽകിയിരുന്നതാണ് 1-ാം എസ്റ്റേറ്റ് പിരിച്ചിരുന്നതാണ് തിതേ. പിന്നെ 3-ാം എസ്റ്റേറ്റ് സർക്കാരിന് നൽകിയിട്ടുള്ള ഭൂനികുതിയുടെ പേരാണ് എന്ത്? തൈലെ എന്ന് പറയുന്നത്. പിന്നെ ടെന്നീസ് കോഡ് പ്രതിജ്ഞ എന്തായിരുന്നു? ടെന്നീസ് കോഡ് പ്രതിജ്ഞ എന്നത് ഫ്രാൻസിനെ ഒരു ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ട് ഭരണഘടന ഉണ്ടായിട്ട് മാത്രമേ ഇനിയൊരു പിരിഞ്ഞു പോക്കുള്ളൂ എന്ന് പറഞ്ഞാൽ 1789 ജൂൺ 20-ന് 3-ാമത്തെ എസ്റ്റേറ്റുകൾ ഫ്രാൻസിലെ ടെന്നീസ് കോർട്ടിൽ വെച്ചിട്ട് പ്രതിജ്ഞ ചെയ്തു. അതാണ് ടെന്നീസ് കോഡ് പ്രതിജ്ഞ പറയുന്നത്. അത് ഈ എസ്റ്റേറ്റിൻ്റെ വോട്ടവകാശവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷമായിരുന്നു.
അതിനുശേഷം ബാസ്റ്റിൽ ജയിലിൻ്റെ പതനം. ബാസ്റ്റിൽ ജയിലിൻ്റെ പതനം എന്താണ്? ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രകൾ മുഴക്കിക്കൊണ്ട് ഫ്രഞ്ച് രാജവാഴ്ചയുടെ പ്രതീകമായ ബാസ്റ്റിൽ ജയിൽ 1789 ജൂലൈ 14 വിപ്ലവകാരികൾ തകർത്തു. ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നത്. അപ്പോൾ ജൂലൈ 14 ഫ്രാൻസിൻ്റെ ദേശീയ ദിനമായി ആചരിക്കുന്നത് എന്തുകൊണ്ടാണ്? ജൂലൈ 14 ഫ്രാൻസിൻ്റെ ദേശീയ ദിനമായി ആചരിക്കുന്നത് ബാസ്റ്റിൽ ജയിലിൻ്റെ പതനം 1789 ജൂലൈ 14 ആയതുകൊണ്ടാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് രാജവാഴ്ചയുടെ പ്രതീകമായിരുന്നു ഈ ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത്. അത് വിപ്ലവകാരികൾ തകർത്തത് ജൂലൈ 14 പിന്നീട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ പറയുകയെന്ന് പറഞ്ഞാൽ മേരി ആൻ്റോയിനറ്റ്. മേരി ആൻ്റോയിനറ്റ് എന്താണ്? ഈ വിപ്ലവത്തിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ നിരത്തിലിറങ്ങിയിരുന്നു. അപ്പോൾ അവരെന്താണ് പറഞ്ഞത് പറഞ്ഞാൽ, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ? ഈ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് പറഞ്ഞത് ആരാണ്? മേരി ആൻ്റോയിനറ്റ് ആണ്. ലൂയി 16 ഭാര്യയാണ് മേരി ആൻ്റോയിനറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ജാക്കോബിൻ ക്ലബ്ബ്. രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിന് വേണ്ടി നിലകൊണ്ട ഫ്രഞ്ച് പ്രസ്ഥാനമാണ് ജാക്കോബിൻ ക്ലബ്ബ് എന്ന് പറയുന്നത്. അതിൻ്റെ നേതാവാണ് റോബിസ്പിയർ. ഓക്കെ, അടുത്തത് ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൽ പ്രധാന കാര്യം പറയാം. ഞാനാണ് രാഷ്ട്രം എന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാനാണ് രാഷ്ട്രം, ഞാനാണ് നിയമം എന്ന് പറഞ്ഞത് ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 അപ്പോൾ ഞാനാണ് രാഷ്ട്രം, ഞാനാണ് നിയമം എന്ന് പറഞ്ഞത് ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് പറഞ്ഞാൽ മേരി ആൻ്റോയിനറ്റ് ആണ്. ലൂയി 16 ഭാര്യയാണ്. അടുത്ത ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും പറഞ്ഞാൽ എന്താണ്? ആരാണ്? മെറ്റേണിച്ച് ആണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത് മെറ്റേണിച്ച് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു, ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി, ലിറ്റിൽ കോർപ്പറൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നെപ്പോളിയനാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു, വിധിയുടെ മനുഷ്യൻ, ലിറ്റിൽ കോർപ്പറൽ, ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നെല്ലാം അറിയപ്പെടുന്നത് നെപ്പോളിയനാണ്. അടുത്തത് നമുക്ക് റഷ്യൻ വിപ്ലവം 1917 റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് നോക്കാം. റഷ്യൻ വിപ്ലവത്തിൽ റഷ്യയിൽ ഭരണം നടത്തിയിരുന്ന ചക്രവർത്തിമാരായിരുന്നു? സർ ചക്രവർത്തിമാരായിരുന്നു റഷ്യയിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. 1898 സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. 1898 സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതല്ലായിരുന്നു പറഞ്ഞാൽ തൊഴിലാളികൾക്കെതിരെ ഈ അഴിമതി നിറഞ്ഞ ഈ ചക്രവർത്തിമാരുടെ ഭരണത്തിൽ നിന്നും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി നിരവധി തൊഴിലാളി സംഘടനകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു 1898 ബെലാറസിലെ മിൻസ്കിൽ രൂപം കൊണ്ട മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്നറിയപ്പെടുന്നത്. അതിൽ ആ പാർട്ടി 1903 ഈ പാർട്ടി രണ്ടായി പിരിഞ്ഞു. ഒന്ന് ബോൾഷെവിക്കുകൾ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷവും, മെൻഷെവിക്കുകൾ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമായിരുന്നു. അങ്ങനെ രണ്ടായി പിരിഞ്ഞു, ബോൾഷെവിക്കുകൾ ആൻഡ് മെൻഷെവിക്കുകൾ. അതിൽ ബോൾഷെവിക്കിൽ ആരൊക്കെയായിരുന്നു പറഞ്ഞാൽ ലെനിനും ട്രോസ്കിയും, അതുപോലെ മെൻഷെവിക്കിലായിരുന്നു അലക്സാണ്ടർ കെറൻസ്കിയും പ്ലെഗനോവും ഉണ്ടായിരുന്നത്. അടുത്തത് ഫെബ്രുവരി വിപ്ലവം. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൽ വരുന്ന രണ്ട് വിപ്ലവങ്ങളാണ് ഫെബ്രുവരി വിപ്ലവവും പിന്നെ ഒക്ടോബർ വിപ്ലവവും. ഫെബ്രുവരി വിപ്ലവം എപ്പോഴാണെന്ന് പറഞ്ഞാൽ അത് ഏകദേശം നമ്മൾ ഒരു മാസത്തേക്ക് കൂട്ടിയിട്ട് കണക്കാക്കുക. ഫെബ്രുവരിയിലാണ് ആ വിപ്ലവം നടന്നത് എന്ന് പറയുന്നത്. റഷ്യൻ കലണ്ടർ പ്രകാരമാണ് അത് ഫെബ്രുവരിയിൽ നടന്നത്. ശരിക്കും ഫെബ്രുവരിയിലല്ല. ഫെബ്രുവരി വിപ്ലവം നടന്നത് 1917 മാർച്ച് 8 റഷ്യൻ കലണ്ടർ പ്രകാരം ഫെബ്രുവരി 23 അപ്പോൾ ആ വിപ്ലവാനന്തരം തൊഴിലാളികൾ പിടിച്ചെടുത്ത നഗരമാണ് പെട്രോഗ്രാഡ് നഗരം എന്നറിയപ്പെടുന്നത്. അപ്പോൾ പെട്രോഗ്രാഡ് നഗരം എന്നാണ് ഈ വിപ്ലവാനന്തരം ഫെബ്രുവരി വിപ്ലവാനന്തരം തൊഴിലാളികൾ പിടിച്ചെടുത്ത നഗരമാണ് പെട്രോഗ്രാഡ് നഗരം എന്നറിയപ്പെടുന്നത്. റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിപ്പിച്ച വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. ഫെബ്രുവരി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെറൻസ്കി ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ അലക്സാണ്ടർ കെറൻസ്കി വന്നിട്ട് ഏത് പാർട്ടിയാണ്? മെൻഷെവിക് പാർട്ടി നേതാവാണ് എന്ന് നമ്മൾ പറഞ്ഞു. 1917 മാർച്ച് 15 നിക്കോളസ് II സ്ഥാനമൊഴിഞ്ഞു. അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെൻറ് റഷ്യയിൽ അധികാരത്തിലേറി. അടുത്തത് ഒക്ടോബർ വിപ്ലവം. ഒക്ടോബർ വിപ്ലവം എന്താണ്? 1917 ഒക്ടോബർ 2 ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരായി സായുധ കലാപം ആരംഭിച്ചു. നമ്മൾ പറഞ്ഞു മെൻഷെവിക്കിൻ്റെ നേതാവായ അലക്സാണ്ടർ കെറൻസ്കി ഭരണമേറ്റെടുത്തു പറഞ്ഞു. അപ്പോൾ അവർക്കെതിരായിട്ട് വന്ന ബോൾഷെവിക്കുകൾ കൊണ്ടുവന്ന
സായുധ കലാപമാണ് 1917 ഒക്ടോബർ 2 നടന്ന ഒക്ടോബർ വിപ്ലവം. അത് ശരിക്കും നടന്നത് 1917 നവംബർ 7 റഷ്യൻ കലണ്ടർ പ്രകാരമാണ്. അത് ഒക്ടോബർ 24 എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് ഒക്ടോബർ വിപ്ലവം നടന്നത്? 1917 നവംബർ 7 ഒക്ടോബർ വിപ്ലവം നടന്നത്. ഇത് ബോൾഷെവിക് വിപ്ലവം എന്നറിയപ്പെടുന്നു. ബോൾഷെവിക് വിപ്ലവം എന്നും അറിയപ്പെടുന്നു. ഇതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് രൂപീകരിച്ച പട്ടാള സേനയാണ് ചുവപ്പ് സേന എന്നറിയപ്പെടുന്നത്. ചുവപ്പ് സേന. അപ്പോൾ ചുവപ്പ് സേന ദിനം ഏതാണ്? ഫെബ്രുവരി 23 ചുവപ്പ് സേന ദിനമായി അറിയപ്പെടുന്നത്. അടുത്തത് സോവിയറ്റ് യൂണിയൻ രൂപീകരിച്ചത് എപ്പോഴാണ്? 1922 ഡിസംബർ 30 അവരുടെ ഭരണഘടന നിലവിൽ വന്നത് 1923 സോവിയറ്റ് ആശയങ്ങൾ ലോകത്ത് വ്യാപിക്കാൻ കാരണമായത് റഷ്യൻ വിപ്ലവമാണ്. അടുത്തത് ചൈനീസ് വിപ്ലവം. ചൈനയിൽ ഭരണം നടത്തിയിരുന്ന രാജവംശം ഏതാണ്? മഞ്ചു രാജവംശമാണ്. മഞ്ചു രാജവംശത്തിൻ്റെ മറ്റൊരു പേരാണ് ചിങ് രാജവംശം എന്ന് പറയുന്നത്. നമ്മൾ ചൈനീസ് ഭരണത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നുകൂടെ പറയേണ്ട അതാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. അത് ഈ അമേരിക്ക പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം എന്ന് പറയുക. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, അമേരിക്ക ഉൾപ്പെടുന്ന കോളനികൾ, ശക്തികൾ ചൈനയിൽ നടപ്പിലാക്കിയ നിയമങ്ങളാണ് ഈ കറുപ്പ് വ്യാപാരം, തുറന്ന വാതിൽ നയം എന്നറിയപ്പെടുന്നത്. ചൈന ഭരിച്ചിരുന്ന ഈ മഞ്ചു രാജവംശം ഈ വിദേശ ഇടപെടലിനെ, ആധിപത്യത്തിനൊക്കെ അനുകൂലിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെതിരെ ചില രഹസ്യ സംഘടനകളിൽ കലാപം സംഘടിപ്പിച്ചു. അപ്പോൾ ആ കലാപത്തെയാണ് ബോക്സർ കലാപം എന്ന് പറയുന്നത്. അവരുടെ മുദ്ര വന്നിട്ട് ബോക്സർമാരുടെ കയ്യിലുണ്ടായിരുന്ന ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഇത് ബോക്സർ കലാപം എന്ന് പറയുന്നത്. പക്ഷേ ഈ കലാപം പരാജയപ്പെട്ടു. പക്ഷേ ബാക്കിയുള്ള കലാപങ്ങൾക്ക് അതിന് ശേഷം പിൽക്കാലത്ത് വന്ന കലാപങ്ങൾക്കെല്ലാം ഇത് ശക്തി പകരുകയുണ്ടായി. പിന്നെ ചൈനയിലെ രാജവാഴ്ചയ്ക്ക് അതിനു മുമ്പ് 1911 സന്യാട്സെൻ്റെ നേതൃത്വത്തിൽ മഞ്ചു രാജവംശത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നു. ഇതാണ് ചൈനയിലെ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചത്. 1912 സന്യാട്സെൻ്റെ നേതൃത്വത്തിൽ കുമീന്താങ് റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചു. അതുപോലെ തന്നെ ചൈനയിൽ സൈനിക ഏകാധിപത്യത്തിന് തുടക്കം കുറിച്ചത് ചിയാൻ കൈഷേക്കാണ്. 1949 ഒക്ടോബർ 1 മാവോസയുടെ നേതൃത്വത്തിൽ ചൈന ഒരു റിപ്പബ്ലിക് രാജ്യമായി മാറി. അപ്പോൾ 1949 ഒക്ടോബർ 1 ചൈന റിപ്പബ്ലിക്കായി മാറിയത്. ആരുടെ നേതൃത്വത്തിലാണ്? മാവോസയുടെ നേതൃത്വത്തിലാണ്. ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത് 1934 മാവോയുടെ നേതൃത്വത്തിൽ തന്നെ 1934 ഒക്ടോബറിൽ നടന്നതാണ് ലോങ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 12,000 കിലോമീറ്ററാണ് ഈ ലോങ് മാർച്ചിൽ കമ്മ്യൂണിസ്റ്റുകൾ പിന്നിട്ടത്. ഈ ലോങ് മാർച്ച് ചൈനക്കാർക്കിടയിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നത് 1949 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നത്. മാവോയുടെ നേതൃത്വത്തിൽ ചൈന ഒരു റിപ്പബ്ലിക് രാജ്യമായി മാറിയത് 1949 ഒക്ടോബർ 1 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നത് 1949. ചൈന റിപ്പബ്ലിക് ആയത് 1949 ഒക്ടോബർ 1 ആരുടെ നേതൃത്വത്തിൽ? മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ചൈനീസ് പീപ്പിൾ റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് മാവോ സേ തുങ് ആയിരുന്നു. പിന്നെ നമുക്ക് രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധാനന്തരം വന്ന രാഷ്ട്രീയകാര്യത്തെക്കുറിച്ചിട്ടാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശീതസമരം എന്ന് പറഞ്ഞത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഫ്രാൻസിനെതിരെ ഭിന്നത മറന്ന് ഒരുമിച്ച് അമേരിക്കയും സോവിയറ്റും യുദ്ധം ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് വീണ്ടും അവർ ഭിന്നിച്ചു. അതിനുശേഷം സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ചേരിക്ക് സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകി. അതുപോലെ മുതലാളിത്ത രാജ്യങ്ങളുടെ ചേരിക്ക് അമേരിക്കയും നേതൃത്വം നൽകി. മുതലാളിത്ത ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും തമ്മിൽ നടന്ന ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരം എന്നറിയപ്പെടുന്നു. ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരം എന്ന് പറയുന്നത്. അടുത്തത് ക്യൂബൻ മിസൈൽ. അത് പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ 1991 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ ശീതസമരം മാറി. കാരണം സോവിയറ്റ് യൂണിയനായിരുന്നു സോഷ്യലിസ്റ്റ് ചേരികളുടെ നേതൃത്വത്തിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അടുത്തത് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്നാണ്. ശീതസമരത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു പ്രധാന സംഭവമാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് പറയുന്നത്. അമേരിക്കയുടെ ആക്രമണത്തിന് ഭീഷണിയെ പ്രതിരോധിക്കാനായി സോവിയറ്റ് യൂണിയൻ ആണവ മിസൈലുകൾ ക്യൂബയിൽ സോവിയറ്റ് യൂണിയൻ അവരുടെ ആണവ മിസൈലുകൾ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് അമേരിക്ക സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായ പ്രതിസന്ധിയെയാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് പറയുന്നത്. അടുത്തത് ചേരിചേരാ പ്രസ്ഥാനം. ചേരിചേരാ പ്രസ്ഥാനം പ്രധാനമായിട്ട് നമുക്ക്
അറിയാവുന്നതാണ് ചേരിചേരാ പ്രസ്ഥാനത്തെക്കുറിച്ചിട്ട്. മുതലാളിത്ത ചേരുവല്ല, സോഷ്യലിസ്റ്റ് ചേരുവല്ല, ഇവർക്ക് രണ്ടും അല്ലാതെ നിൽക്കുന്നതാണ്. രണ്ടിലും ബദലായി രൂപം കൊണ്ട ഒരു ആശയമാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിൽ ആരൊക്കെയെന്ന് പറഞ്ഞാൽ ഇന്ത്യ, ഈജിപ്ത്, യുഗോസ്ലാവിയ, ഇന്തോനേഷ്യ, ഗാന എന്നിവയിലെ നേതാക്കന്മാരായിരുന്നു ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. അതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ബാന്തുങ്ങിൽ വെച്ചിട്ടായിരുന്നു. 1955 നടന്നത്. ചേരിചേരാ നയം എന്ന ആശയം മുന്നോട്ട് വെച്ചത് VK കൃഷ്ണമേനോനാണ്. ആദ്യ സമ്മേളനത്തിൽ തന്നെ 25 പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേരിചേരാ പ്രസ്ഥാനത്തിന് ശില്പി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചശീല തത്വങ്ങളിൽ അധിഷ്ഠിതമായ സംഘടനയാണിത്. 3 വർഷത്തിലൊരിക്കലാണ് ചേരിചേരാ പ്രസ്ഥാനം സമ്മേളിക്കുന്നത്. അടുത്തത് സിയോണിസ്റ്റ് പ്രസ്ഥാനം, ബാൽഫാർ പ്രഖ്യാപനം. അതെന്താണ് എന്നും കൂടി നമുക്ക് നോക്കാം. ജൂതർക്കായി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുക എന്നതാണ് ഈ സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ പറയുന്നത്. ഈ ഒന്നാം ലോക മഹായുദ്ധം വരെ പലസ്തീനിൽ ഉൾക്കൊള്ളുന്ന പ്രദേശം തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടപ്പോൾ പലസ്തീൻ ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിനായി. അപ്പോൾ യുദ്ധത്തിൽ ഈ വന്ന യുദ്ധങ്ങളിലൊക്കെ ജൂതർ നൽകിയ സേവനത്തിൽ പശ്ചിമേഷ്യയിൽ അവർക്കായി സ്വന്തമായിട്ട് ഒരു രാജ്യം അനുവദിക്കാനും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർത്തർ ബാൽഫർ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെയാണ് ബാൽഫർ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ജൂതമതക്കാർക്ക് വേണ്ടി പ്രത്യേക രാഷ്ട്രത്തിന് വേണ്ടി നിലവന്നതാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. ബാൽഫർ പ്രഖ്യാപനം പറഞ്ഞാൽ ഈ ജൂതർക്ക് വേണ്ടിയിട്ട് എവിടെയാണ് അവർ സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞത് പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായ ഒരു രാജ്യം നൽകാമെന്ന് പറഞ്ഞതിനാണ് ബാൽഫർ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർത്തർ ബാൽഫറുടെ പ്രഖ്യാപനമാണ് ബാൽഫർ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നത്. 1947 ഇസ്രായേൽ എന്ന രാജ്യം ജൂതർക്കാർ രൂപീകരിച്ചു. അത് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. അടുത്തത് ഗൾഫ് യുദ്ധം. 1990, 91 പിന്നെ 2003 നടന്ന ഗൾഫ് യുദ്ധങ്ങൾ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം കൈവശപ്പെടുത്തുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കങ്ങളിലാണ് ഈ ഗൾഫ് യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. 1990, 91 പിന്നെ 2003 എന്നീ വർഷങ്ങളിലാണ് ഗൾഫ് യുദ്ധങ്ങൾ നടന്നത്. 1990 ഓഗസ്റ്റിൽ ഇറാൻ കുവൈറ്റിനെ എണ്ണപ്രശ്നം കാരണം ആക്രമിച്ചു. അതാണ് ഒന്നാം ഗൾഫ് യുദ്ധം എന്നറിയപ്പെടുന്നത്. അടുത്തത് നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, ഒരുപാട് ക്ലാസ് നീട്ടാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വർഷം മാത്രം പലതിലും പറഞ്ഞു പോകുന്നത്. പിന്നെ വരുന്നത് ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം. ആഗോളവൽക്കരണം പറഞ്ഞാൽ എന്താണ്? അതിരുകളില്ലാത്ത ഉൽപ്പന്നം, സേവനം, വിഭവം, മൂലധനം, പുത്തൻ സാമ്പത്തിക വിദ്യ, മനുഷ്യശേഷി എന്നിവയുടെ ഒഴുക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും തുറന്നു കൊടുക്കുക. ആഗോളവൽക്കരണത്തിനനുസൃതമായി ആഗോള നയങ്ങൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന പല ഏജൻസികളുണ്ട്. ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, ലോക വ്യാപാര സംഘടന എന്നിവയൊക്കെയാണ് അത്. മത്സരങ്ങളിലൂന്നിയ കമ്പോളം നിലവിൽ വന്ന ആഗോളവൽക്കരണത്തിലൂടെ. പിന്നെ ഉദാരവൽക്കരണം പറഞ്ഞാൽ എന്താണ്? ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനത്തിനും നിയന്ത്രണങ്ങളില്ലാതെ കടന്നുവരാനായി ഇറക്കുമതി നിയമങ്ങളും നികുതികളും ഉദാരമാക്കിയത്. സ്വകാര്യവൽക്കരണം പറഞ്ഞാൽ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഐക്യരാഷ്ട്ര സംഘടന. ഇനി നമുക്ക് ഈ സംഘടനകളെക്കുറിച്ചും കൂടി പറഞ്ഞുപോയി പറഞ്ഞാൽ ഏകദേശം നമ്മുടെ കാര്യങ്ങളൊക്കെ തീരും. രണ്ടാം ലോക യുദ്ധ കാലത്ത് രാഷ്ട്ര നേതാക്കന്മാർ തമ്മിൽ നടത്തിയ ചർച്ചകളാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരണത്തിന് നയിച്ചത്. ലോക സമാധാനത്തിനായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. രൂപീകരണത്തിനായ കാരണമായ സന്ധിയാണ് അറ്റ്ലാന്റിക് ചാർട്ട് എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സഭയുടെ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹാട്ടൻ ദ്വീപാണ്. UN ആസ്ഥാനം വന്നിട്ട് ജനീവയാണ്. പതാക നിലവിൽ വന്നത് 1947 ഒക്ടോബർ 20 അപ്പോഴാണ് 1947 ഒക്ടോബർ 20 പതാക നിലവിൽ വന്നത്. UN 6 ഔദ്യോഗിക ഭാഷകളാണുള്ളത്. എത്ര ഭാഷകളാണ്? 6 ഔദ്യോഗിക ഭാഷകളാണുള്ളത്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ചൈനീസ്, റഷ്യ, അറബിക്, സ്പാനിഷ്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ചൈനീസ്, റഷ്യ, അറബിക്, സ്പാനിഷ് എന്നിവയാണ് ആ 6 ഔദ്യോഗിക ഭാഷകൾ. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഘടകങ്ങളാണ് പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, സെക്രട്ടേറിയറ്റ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ട്രസ്റ്റിഷിപ്പ് എന്നിവ. പൊതുസഭ പറഞ്ഞാൽ എന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ ഘടകമാണ് പൊതുസഭ എന്ന് പറയുന്നത്. ഇവയെ ലോക പാർലമെൻറ്റും എന്നറിയപ്പെടുന്നു. ഈ ബഡ്ജറ്റിൻ്റെ നിയന്ത്രണം പൊതുസഭയ്ക്കാണ്. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സെക്രട്ടറി ജനറലാണ്. പിന്നെ രക്ഷാസമിതി എന്നാണ് ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് രക്ഷാസമിതിയാണ്. അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ എന്നിവയാണ് ഇവയുടെ ലക്ഷ്യങ്ങൾ. പിന്നെ സാമ്പത്തിക സാമൂഹിക സമിതി, അതെന്താണ്? രാഷ്ട്രീയേതര ഘടകമാണ് സാമ്പത്തിക സാമൂഹിക സമിതി എന്ന് പറയുന്നത്. സമിതിയുടെ കീഴിൽ ഏകദേശം 14 കമ്മീഷനുകളുണ്ട്.
പിന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി, അതിൻ്റെ ആസ്ഥാനം ഹേഗ്, നെതർലാൻഡാണ്. കോടതിയിൽ ആകെ ജഡ്ജിമാരെന്ന് പറയുന്നത് 15 കോടതിയിലെ ഔദ്യോഗിക ഭാഷകൾ ഫ്രഞ്ച്, ഇംഗ്ലീഷ് എന്നീ 2 ഭാഷകളാണ്. അടുത്തത് സെക്രട്ടേറിയറ്റ്. UN-ൻ്റെ ദൈനംദിന ഭരണനിർവഹണം നടത്തുന്ന ഘടകമാണ്. UN-ൻ്റെ ഭരണ കേന്ദ്രമാണ് സെക്രട്ടേറിയറ്റ്. ഇതിൻ്റെ ആസ്ഥാനം വന്നിട്ട് ന്യൂയോർക്കാണ്. സെക്രട്ടറി ജനറലാണ് സെക്രട്ടേറിയറ്റിൻ്റെ തലവൻ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. ഇതൊരു കാലഹരണപ്പെട്ട ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. വർഷങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ട് പറഞ്ഞിട്ട് പോകുന്നുള്ളൂ, കാരണം ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ്. ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായത് 1948 ഏപ്രിൽ 7 അതിൽ അംഗരാജ്യങ്ങൾ 194 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ആസ്ഥാനം ജനീവ. ലോകബാങ്ക് 1944, ആസ്ഥാനം വാഷിങ്ടൺ. പിന്നെ അന്താരാഷ്ട്ര നാണയനിധി 1944, ആസ്ഥാനം വാഷിങ്ടൺ. രണ്ടും ഒരേ സമയത്ത് രൂപീകൃതമായതാണ്. യുനെസ്കോ 1945 നവംബർ 16, ആസ്ഥാനം പാരീസ്. പിന്നെ യുണിസെഫ് 1946 ഡിസംബർ 11, ആസ്ഥാനം ന്യൂയോർക്ക്. യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ടാണ് യുണിസെഫ് എന്നറിയപ്പെടുന്നത്. അടുത്തത് ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിൽ 1946, ആസ്ഥാനം ജനീവ. അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ 1865 മെയ് 14, ആസ്ഥാനം ജനീവ. അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന 1919, ആസ്ഥാനം ജനീവ. കോമൺവെൽത്ത് 1931, ആസ്ഥാനം മാൾബറോ ഹൗസ്, ലണ്ടൻ. അംഗരാജ്യങ്ങൾ 54. കോമൺവെൽത്ത് എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ കോളനിയായിരുന്ന ബ്രിട്ടനോട് വിധേയത്വം പുലർത്തിയിരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. പിന്നെ സാർക്ക് 1985 ഡിസംബർ 8, ആസ്ഥാനം കാഠ്മണ്ഡു ആണ്. അതിൽ സാർക്കിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മാലദ്വീപ്, ശ്രീലങ്ക. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മാലദ്വീപ്, ശ്രീലങ്ക. ആസിയാൻ 1967 ഓഗസ്റ്റ് 8, ആസ്ഥാനം ജക്കാർത്ത. യൂറോപ്യൻ യൂണിയൻ 1993, ആസ്ഥാനം ബ്രസൽസ്. ഒപെക്കിൻ്റെ ആസ്ഥാനം 1960, ആസ്ഥാനം വിയന്ന. ഒപെക് എന്നായിരുന്നു 1960, ആസ്ഥാനം വിയന്ന. റെഡ് ക്രോസ് 1863, അത് രൂപീകരിച്ചത് ഹെൻറി ഡുനൻ്റാണ്. ആസ്ഥാനം ജനീവ. റെഡ് ക്രോസ് ദിനം എന്നറിയപ്പെടുന്നത് മെയ് 8. ആംനസ്റ്റി ഇൻ്റർനാഷണൽ 1961, ആസ്ഥാനം ലണ്ടൻ. ബ്രിക്സ് 2009. ബ്രിക്സിൽ ആദ്യം ഉണ്ടായിരുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നിവയായിരുന്നു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, അങ്ങനെയാണ് ബ്രിക്സ് രൂപീകൃതമായത്. പിന്നെ G7 1975, G20 1999, നാറ്റോ 1949 ഏപ്രിൽ 4, ആസ്ഥാനം ബ്രസൽസാണ്. ഇവയൊക്കെയാണ് നമ്മുടെ ഇൻ്റർനാഷണൽ സംഘടനകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞു, അതിനുശേഷം ലോകാരോഗ്യ സംഘടന 1948 ഏപ്രിൽ 7 എന്ന് പറഞ്ഞു. പിന്നെ ലോകബാങ്ക് 1944, ആസ്ഥാനം വാഷിങ്ടൺ ആയിരുന്നു. അന്താരാഷ്ട്ര നാണയനിധി 1944, യുനെസ്കോ 1945 നവംബർ 16, യുണിസെഫ് 1946 ഡിസംബർ 11, ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിൽ 1946, അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ 1865 മെയ് 17, അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന 1919, കോമൺവെൽത്ത് 1931, സാർക്ക് 1985, ആസിയാൻ 1967, യൂറോപ്യൻ യൂണിയൻ 1993, ഒപെക് 1960, അത് പെട്രോളിയവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്. റെഡ് ക്രോസ് 1863, ആംനസ്റ്റി ഇൻ്റർനാഷണൽ 1961, ബ്രിക്സ് 2009, G7 1975, G20 1999, നാറ്റോ 1949 ഏപ്രിൽ 4. ഇവയൊക്കെയാണ് അന്താരാഷ്ട്ര സംഘടനകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഏകദേശം ലോക ചരിത്രത്തെക്കുറിച്ച് ഒരുവിധം ഏകദേശം എല്ലാ ഭാഗങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചില തെറ്റുകളൊക്കെ വരാൻ നമ്മൾ ചെറിയ പോയിൻ്റായിട്ട് ആൻസർ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുക്കരുത് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സമയം പരമാവധി കുറയ്ക്കുക, കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുക എന്നത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ ഏകദേശം ഒരുവിധം എല്ലാ അവർ പറഞ്ഞ സിലബസിലെ ടോപ്പിക്കുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ചും സ്റ്റുവർട്ട് രാജാക്കന്മാരായിരുന്നു. എല്ലാ ഭാഗങ്ങളിലും അവർ ഭരിച്ച രാജാക്കന്മാരുടെ പേരുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇംഗ്ലണ്ടിലെ സ്റ്റുവർട്ട് രാജാക്കന്മാരെക്കുറിച്ച് പറഞ്ഞു. ലോങ് പാർലമെൻറ്റ്, ഇംഗ്ലണ്ടിൽ പിന്നീട് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയത് ലോങ് പാർലമെൻറ്റും 1688 രക്തരഹിത വിപ്ലവവുമാണ്.
ബിൽ ഓഫ് റൈറ്റ്സ് പറഞ്ഞു, പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പറഞ്ഞു. പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 13 കോളനികളും ബോൺസ്റ്റൺ ടീ പാർട്ടി 1773 ബോൺസ്റ്റൺ ടീ പാർട്ടിയെക്കുറിച്ചും കോണ്ടിനെൻ്റ് സമ്മേളനങ്ങളെക്കുറിച്ചും പറഞ്ഞു. അതിനുശേഷം ഫ്രഞ്ച് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവമാണെന്ന് പറഞ്ഞു. അവിടെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് ബൂർബൻ രാജാക്കന്മാരായിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഇംഗ്ലണ്ടിൽ സ്റ്റുവർട്ട് രാജാക്കന്മാരും ഫ്രഞ്ചിൽ ബൂർബൻ രാജാക്കന്മാരുമായിരുന്നു. റഷ്യയിൽ സാർ ചക്രവർത്തിമാരായിരുന്നു. ഇംഗ്ലണ്ടിൽ സ്റ്റുവർട്ട് രാജാക്കന്മാർ പറഞ്ഞു. ഫ്രാൻസിൽ ബൂർബൻ രാജാക്കന്മാർ പറഞ്ഞു. റഷ്യയിൽ സാർ ചക്രവർത്തിമാരായിരുന്നു. അതുപോലെ ചൈനയിലുണ്ടായിരുന്ന മഞ്ചു രാജവംശമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം വന്ന ചേരിചേരാ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു. അതിന് മുമ്പ് നടന്ന ശീതസമരത്തെക്കുറിച്ച് പറഞ്ഞു. ഷിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ജൂതർക്ക് വേണ്ടിയിട്ട് വന്ന പ്രസ്ഥാനമാണെന്ന് പറഞ്ഞു. പിന്നീട് സംഘടനകളെക്കുറിച്ചും പറഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഉണ്ടായിരുന്നത്. ഇതിൽ പരമാവധി എന്നാൽ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറേയൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും, കാരണം ക്ലാസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തത് വീണ്ടും ഇതിനെ തുടർന്നുള്ള ഒരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.